വെൽക്കം ബാക്ക് ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേരള PSC. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പുതുതായിട്ട് വിളിച്ചിരുന്ന ഒരു ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള പോസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരള PSC ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്ന പോസ്റ്റാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 030/2024, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് വന്നേക്കുന്നതെന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെ, IEO എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞ് എന്താണ് ഒരു ഒട്ടുമിക്ക എല്ലാ ബിടെക്കുകാരും സ്വപ്നം കാണുന്നത് എന്ന് പറയാവുന്ന ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അട്രാക്റ്റീവ് ആണ്. ഒരു എഞ്ചിനീയറിൻ്റെ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു AEയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേയുടെ തൊട്ട് മുകളിൽ വരും. അതുമല്ല ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് പ്രൊമോഷൻ സാധ്യതയും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ എഞ്ചിനീയേഴ്സിനും ബിടെക് കഴിഞ്ഞ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണിത്. ബിടെക് ഏത് ഡിപ്ലോമ ഏത് കോഴ്സായാലും കുഴപ്പമില്ല, ബിടെക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഇതാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ്, എനി ഡിഗ്രി ഇൻ എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്, അതാണ് സംഭവം. അപ്പം ഇതെന്ന് പറയുമ്പം മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പം സിവില്, മെക്കാനിക്കലാണ് കേട്ടോ ഏറ്റവും മെയിനായിട്ട്. മെക്കാനിക്കല്, സിവില്, പിന്നെ ഇലക്ട്രിക്കല് ആൻഡ് ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസിന് ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിലബസ് വരുന്നത്. ഇത്രയും മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതിലെല്ലാം ബേസിക് ആയിട്ടുള്ള സിവിലിൻ്റെ ഒക്കെ ബേസിക്സ് ആയിരിക്കും, മെക്കാനിക്കലിന്റെ ബേസിക്സ് ആയിരിക്കും, ഇലക്ട്രിക്കലിന്റെ ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ് ആയിരിക്കും, കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു കമ്പ്യൂട്ടർ ബേസിക്സ് ആണ്. ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസുമായിട്ട് വരുന്നില്ല, കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് തൊട്ട് മുമ്പത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനതിൽ നമുക്ക് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ 2018 ഏറ്റവും ലാസ്റ്റ് വിളിച്ചത് 125/2018 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ് തൊട്ട് മുമ്പ് IEO വിളിച്ചിട്ടുള്ളത്. അന്ന് വിളിച്ചപ്പം 3 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അന്ന് വിളിച്ചപ്പം 3 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 8/12/2021. 2018 വിളിച്ച് 3 വർഷങ്ങൾക്ക് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് വന്നത് 2019 എനിക്ക് തോന്നുന്നു. 2019 ഇതിന്റെ എക്സാം നടന്നത് 2019. റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് 2021 ആയപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. 2021 12-ാം മാസം എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി 3 വർഷമാണ് അതിന്റെ വാലിഡിറ്റി. 3 വർഷം എന്ന് പറയുമ്പോൾ 2024, അതായത് ഈ വർഷം 12-ാം മാസം ഡിസംബർ വരെ ഇതിന്റെ എന്തുണ്ട് കാലാവധി ഉണ്ട്. ഇതിന്റെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കിടപ്പുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം ആക്ച്വലി ആപ്ലിക്കേഷൻ വിളിച്ചാൽ പോലും ഉടനെ അതിൻ്റെ ഒരു പരീക്ഷ വരണമെന്ന് ഒരു നിർബന്ധമില്ല. അതായത് ഇപ്പോൾ 7-ാം മാസത്തിൽ നടക്കുന്ന പരീക്ഷകളുടെ, ഓർത്തോണം, 7-ാം മാസത്തിൽ നടക്കുന്ന പരീക്ഷകളുടെ കൺഫർമേഷൻ എന്താണ്ട് ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പം നമ്മളിത് കാണുന്നവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇത് വന്നിട്ടുണ്ട്. ഏതാണ്? ഗ്രേഡ് 1 ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്നുള്ള പോസ്റ്റിന്റെ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 7-ാം മാസമാണ് അതിന്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ ഇതിന്റെ എന്തായാലും ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഇതിന്റെ പോസ്റ്റ് എന്തായാലും 12-ാം മാസം, അടുത്ത ഡിസംബർ കഴിഞ്ഞിട്ടേ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഡിസംബർ വരെ നമുക്ക് പഠിക്കാൻ സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും വെപ്രാളപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് പതുക്കെ പഠിച്ചു തുടങ്ങിയാൽ മതി. 12-ാം മാസം എന്ന് പറയുമ്പോൾ ഇനി ഏകദേശം 6 മാസത്തോളം അല്ലേ, 6 മാസത്തിന് മുകളിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം തൊട്ട് മുമ്പത്തെ പരീക്ഷയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 3 ആപ്ലിക്കേഷൻ വിളിച്ചതിന്, ഓക്കെ, 3 ആപ്ലിക്കേഷൻ വിളിച്ചത്, അതായത് 2018 3 വേക്കൻസി ഉണ്ടായിരുന്നത് ഇപ്പൊ 2023 5 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 57 വേക്കൻസി അല്ല, ആക്ച്വലി 2 NJD ഉണ്ടായിരുന്നു. അപ്പൊ 55 വേക്കൻസി ഓൾറെഡി വന്നു കഴിഞ്ഞു. 2 എണ്ണം നോൺ ജോയിനിങ് ആണ്. അപ്പൊ ബാക്കി 55 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 57 അഡ്വൈസ് പോയി. ഇനി അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലിസ്റ്റ് വന്നപ്പം റിസർവേഷൻ കാറ്റഗറിക്കാർ ഒരുപാട് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ആദ്യമേ തന്നെ. അപ്പം അതിനകത്തിൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഓപ്പൺ കാറ്റഗറി 46-ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതായത് മെയിൻ ലിസ്റ്റിനതിൽ ഒരുപാട് റിസർവേഷൻകാർ മെയിൻ ലിസ്റ്റിൽ തന്നെ ഉള്ളതുകൊണ്ട് റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടിയില്ല. ഓപ്പൺ കാറ്റഗറി ലാസ്റ്റ് 46-ാമത്തെ റാങ്കുകാരൻ വരെ ലാസ്റ്റ് അഡ്വൈസിൽ ഇപ്പം നടന്ന ഒരു അഡ്വൈസിൽ കയറിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2023 12-ാം മാസത്തിലാണ്
ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ലാസ്റ്റ് അഡ്വൈസ് വന്നത്. അതിൽ ലാസ്റ്റ് കയറിയേക്കുന്നത് പറയുമ്പോൾ ഓപ്പൺ കാറ്റഗറി 46-ാം റാങ്കാരാണ്. ഇനി അവർക്ക് കിട്ടിയ മാർക്കുകൾ നമുക്ക് നോക്കാം. അതായത് നമുക്ക് എന്ത് അട്രാക്റ്റീവ് ആണ് ഇത് എന്നുള്ള ഈ പരീക്ഷ എന്നുള്ളത് നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇവർക്ക് കിട്ടിയ മാർക്കുകൾ ജസ്റ്റ് നോക്കാം. അതായത് ഹയസ്റ്റ് മാർക്ക് 1-ാം റാങ്കുകാരന് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ 67 മാർക്കും ഇന്റർവ്യൂവിന് 12 മാർക്കുമാണ്. അതായത് 100 ക്വസ്റ്റ്യനകത്ത് വെറും 67 ക്വസ്റ്റ്യൻ ശരിയാക്കിയ അയാൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ലോവസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ 75-ാമത്തെ റാങ്കാണ് എന്ത് മെയിൻ ലിസ്റ്റിലുള്ള ലാസ്റ്റ് റാങ്ക് 75-ാമത്തെ റാങ്കാണ്. ആ 75-ാമത്തെ റാങ്കുകാരന് കിട്ടിയെന്ന് പറയുമ്പോൾ 46 മാർക്കും 10 മാർക്ക് ഇന്റർവ്യൂവിനും. ഓക്കെ, 46 മാർക്കാണ്, 46.33 അങ്ങനെ എന്തോ വരുന്നത്, 46 മാർക്കാണ് പുള്ളിക്കാരന് കിട്ടിയത്. അപ്പൊ 46 മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ വരാമായിരുന്നു 75-ാമത്തെ റാങ്ക്. ഇപ്പൊ ലാസ്റ്റ് അഡ്വൈസ് വന്ന ഒരാൾക്ക്, അതായത് അന്ന് 2021 പരീക്ഷ എഴുതിയാൾക്ക് 50 മാർക്ക്, അതായത് 51 മാർക്കും 11 മാർക്ക് ഇന്റർവ്യൂവിനും. ഓക്കെ, അങ്ങനെ ചേർത്ത് വെറും 51 മാർക്ക് ഉണ്ടായിരുന്ന ഒരാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 51-ാമത്തെ മാർക്കുള്ള ഒരാൾക്ക് വരെ ഇപ്പൊ അഡ്വൈസ് വന്നിട്ടുണ്ട്. ഇനി മുസ്ലിം കാറ്റഗറി ആണെങ്കിലോ 45-ാമത്തെ റാങ്കുകാരനാണ് ഇപ്പൊ കയറിയത്. ഓപ്പൺ കാറ്റഗറി 46. അതുപോലെ മുസ്ലിം കാറ്റഗറി 45-ാമത്തെ റാങ്കുകാരനാണ് കയറിയിരുന്നത്. പുള്ളിക്കാരന് 52 മാർക്കും 10 മാർക്ക് ഇന്റർവ്യൂവിനും. പുള്ളിക്കാരനാണ് തൊട്ട് മുമ്പിലുള്ളത്. ഇനി അടുത്ത ഈഴവ ബില്ല് EBT എന്നുള്ളതുണ്ടല്ലോ, ഈഴവാസിന്റെ ആ ഒരു കാറ്റഗറി. ആ കാറ്റഗറി 48-ാമത്തെ റാങ്കുകാരനാണ് കയറിയത്. 48-ാമത്തെ റാങ്കുകാരന് ജസ്റ്റ് 49 മാർക്ക്. ഓർത്തണം, ഈഴവ കാറ്റഗറി ഉള്ള ഒരാൾക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ഈ പരീക്ഷയിൽ, ഏതാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള പരീക്ഷയിൽ ജസ്റ്റ് 49 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ 49 മാർക്കും 13 മാർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരന് ഇപ്പൊ ജോലി കിട്ടിയത്. ക്ലിയർ ആയല്ലോ? കാര്യം ക്ലിയർ ആയല്ലോ? നമുക്ക് മെക്കാനിക്കലിന് ഏകദേശം 15-16 ഒന്നും അല്ല, 40 മാർക്കോളം മെക്കാനിക്കലുകാർക്ക് ഈസി ആയിട്ടുള്ളതാണ്. 40 മാർക്കോളം മെക്കാനിക്കലുകാർക്ക് ഈസി ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു 20 മാർക്കോളം നമുക്ക് സിവിലിന്റെ ആണ്, 10 മാർക്കോളം നമുക്ക് കമ്പ്യൂട്ടർ സയൻസിനാണ്. കറക്റ്റ് നമുക്ക് സിലബസ് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. തൊട്ട് മുമ്പത്തെ ഒരു ഏകദേശം ഒരു ഉദാഹരണം പറയുകയാണ്. ഞാനത് മൊത്തം നോക്കിയിട്ടില്ല. അന്ന് ഞാൻ പരീക്ഷ എഴുതിയതാണ്. എനിക്ക് 42 മാർക്കോളം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, അപ്പം ഏകദേശം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടണം. പിന്നെ ബേസിക് ഇലക്ട്രിക്കലൊക്കെ എന്ന് പറയുമ്പോൾ ബേസിക് ഇലക്ട്രിക്കലാണ് ചോദിച്ചത്. ഓക്കെ, വെറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എങ്ങനെയായാലും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, ഒന്നും പഠിച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം തന്നെ അപ്ലൈ ചെയ്തോളാം. എനിക്കൊന്ന് മെയ് 2-ാം തീയതി, തോന്നുന്നു ലാസ്റ്റ് ഡേറ്റ്. മെയ് 2 മെയ് 5 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തേക്കുക. അതിന് ലാസ്റ്റ് ഡേറ്റ് അടുത്ത് വരുന്നുണ്ട്. അതുവരെ കാത്തു നിൽക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് നെറ്റ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, അപ്പോഴേ ഗൂഗിൾ ക്രോമിൽ ഏതിലാന്ന് വെച്ചാൽ കയറുക, PSCയുടെ സൈറ്റിൽ കയറുക, കൺഫർമേഷൻ കൊടുത്തേക്കുക. ഓക്കെ, ഒന്നും നോക്കണ്ട. നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. ഓക്കെ, ഇഷ്ടം പോലെ സമയമുണ്ട്. അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമുക്ക് പതുക്കെ സമാധാനമായിട്ട് പഠിക്കാം. ഞാൻ അതിൻ്റെ ഒരു സിലബസ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ ചെയ്യുന്നതായിരിക്കും. പറ്റിയാൽ ഞാൻ ഇതിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ നമുക്ക് റഫായിട്ട്, അതായത് ക്വിക്ക് റിവിഷൻ, എൻ്റെ എല്ലാ ഇതിൻ്റെ വീഡിയോസ് പോലെ ഒരു ക്വിക്ക് റിവിഷൻ വീഡിയോ നമുക്ക് ഇതിൻ്റെ എല്ലാ സബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ വന്നേക്കുന്ന വേറെ 1-2 പോസ്റ്റുകളുണ്ട്. അതിനകത്ത് ഒന്നാണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളത്തിന്റെ ഓവർസിയർ ഗ്രേഡ് 2 എന്നുള്ള പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. മെക്കാനിക്കലിന് മാത്രമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോളിടെക്നിക് ഡിപ്ലോമയാണ്. ഡിപ്ലോമയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ബിടെക്കാർക്ക് ഇക്വലന്റ് ആൻഡ് ഹയർ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ഗ്രേഡ് 2-ന്റെ സ്കെയിലാണ് വരുന്നത്. അതും അത്യാവശ്യം ഒരു വേക്കൻസിയേ ഉള്ളു എങ്കിലും പറയാൻ പറ്റില്ല എത്ര വരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഒരുപാട് കൂടുതൽ വരാൻ സാധ്യതയില്ല. എന്നിരുന്നാലും അപ്ലൈ ചെയ്തേക്കുക. നമുക്ക് ഏതാണ് വിധിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓർത്തോളം ഒരാൾക്ക് ആ ജോലി കിട്ടും. ആ ഒരാൾ നമ്മളായിക്കൂടാഴിയില്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്തേക്കുക കേട്ടോ. അടുത്തൊരെണ്ണം വന്നേക്കുന്നതെന്ന് പറയുമ്പം കേരള വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയർ ഗ്രേഡ് 3. ഓക്കെ, ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇപ്പം വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്വാൻറ്റേജ് അല്ല, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് സിവിൽ പ്ലസ് മെക്കാനിക്കലാണ് ഇതിന്റെ ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NTC ആണ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ NTC ആണ്. NTC ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ അതിന് ഈക്വലന്റ് ആണ് നമ്മുടെ ബിടെക് എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ITI ലെവലാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എന്നാലും അപ്ലൈ ചെയ്തേക്കുക കേട്ടോ. നമുക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. മിക്കവാറും 100 ഒക്കെ വേക്കൻസി വന്നുകൂടായില്ല. 100+ ഒക്കെ വേക്കൻസി വന്നുകൂടായില്ല. അതിനെപ്പറ്റി എനിക്കറിയില്ല.
അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എത്ര വേക്കൻസി വരെ പോകുന്നത്. കാരണം വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരുപാട് അടുത്ത് അല്ലേ, ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ ഓഫീസുകളാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ വേക്കൻസി വരാം. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽസ് ഒന്നും നോക്കിയിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചത് കൊണ്ട് ഞാനിത് ചെയ്ത ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഒരു വീഡിയോ ആണ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെയുള്ള 2 ആപ്ലിക്കേഷൻ വന്നതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ജോലിക്കാരാവാം. ബൈ ബൈ.